ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റിട്ടുള്ള 6 കമ്പനികളെ പറ്റിയാണ്. ഇപ്രാവശ്യം 14 കമ്പനികളുടെ ലിസ്റ്റില്ല, 6 കമ്പനികളുടെ ലിസ്റ്റ് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ മന്ത് ഓൺ മന്തും ഇയർ ഓൺ ഇയറിലും രണ്ടും കമ്പയർ ചെയ്യും. ഏതായാലും ഇപ്രാവശ്യം നമ്മുടെ 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹന നിർമ്മാണ കമ്പനി കിയ ആണ്. കിയ ഇന്ത്യയിൽ ഇപ്പോൾ 2019 വണ്ടികൾ വിൽക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ 6 വർഷത്തിന് മുകളിലായി. ആൻഡ് അത്യാവശ്യം നല്ല സ്ട്രോങ് മാർക്കറ്റ് പ്രസൻസ് ഇന്ത്യയിലുണ്ട്. 25,489 വാഹനങ്ങളുടെ സെയിലാണ് അവർക്ക് കഴിഞ്ഞ മാസം, അതായത് നവംബർ 2025 കിട്ടിയത്. നമ്മളിനി ആദ്യം മന്ത് ഓൺ മന്തിൽ കമ്പയർ ചെയ്യണം. ഞാൻ ഇവിടെ താഴെ കാണിച്ചിരിക്കുന്ന മന്ത് ഓൺ മന്ത് കമ്പാരിസൺ ആണ്. 29,556 വാഹനങ്ങളുടെ സെയിൽസ് ഒക്ടോബർ 2025, അതായത് കഴിഞ്ഞതിന് മുന്നത്തെ മാസം ഇവർക്ക് കിട്ടിയായിരുന്നു. 4,067 വാഹനങ്ങളുടെ വ്യത്യാസവും 13.76% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ മന്ത് ഓൺ മന്ത് ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് കിയ. പക്ഷെ അവിടെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, ഇനി ഇയർ ഓൺ ഇയറും കൂടെ നോക്കാം. കഴിഞ്ഞ വർഷം 2024 നവംബറിൽ 20,600 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 4,889 വാഹനങ്ങളുടെ സെയിൽ തന്നെയാണ് കൂടിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് 4,000 വ്യത്യാസം തന്നെ. ഇവിടെ നമുക്ക് 23.73% ഗ്രോത്ത് റേറ്റാണ് കാണാൻ പറ്റുന്നത്. ആൻഡ് സർപ്രൈസിംഗ്ലി ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള വണ്ടിയും കിയാണ്. സോ എല്ലാം രണ്ടിലും ഏകദേശം മാനേജായി. മന്ത് ഓൺ മന്തിലെ ലോസും ഇയർ ഓൺ ഇയറിൽ ഗ്രോത്തും. സത്യം പറഞ്ഞാൽ ഈ ലിസ്റ്റിലുള്ള മിക്ക കമ്പനികളുടെയും അവസ്ഥ ഇത് തന്നെയാണ്, ഓർ കണ്ടീഷൻ ഇത് തന്നെയാണ്. മന്ത് ഓൺ മന്തിൽ നമുക്ക് മിക്കവാറും എല്ലാത്തിനും ഡീ ഗ്രോത്ത് ആണ് കാണാൻ പറ്റുന്നത്. ഇയർ ഓൺ ഇയറിലെ ഗ്രോത്ത് ആണ്. പിന്നെ ആ പെർസെൻറ്റേജിലാണ് കൂടുതലും വ്യത്യാസം വരുന്നത്. ഇനി നമ്മുടെ അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ടൊയോട്ടയാണ്. ടൊയോട്ടയ്ക്ക് കഴിഞ്ഞ മാസം 30,085 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. പക്ഷേ ഒക്ടോബർ മാസത്തിൽ നല്ല സെയിൽ ഉണ്ടായിരുന്നു. 40,257 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നു. ടൊയോട്ട ഇതിൽ വരുത്തിയിരിക്കുന്നവർ വെച്ച് ഏറ്റവും ഹൈസ്റ്റ് സെയിൽ തന്നെയായിരിക്കണം. സോ നമ്മൾ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ 10,172 വാഹനങ്ങളുടെ വ്യത്യാസവും 25.27% ഡീഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ മന്ത് ഓൺ മന്ത് കമ്പാരിസണിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി തീർച്ചയായും തന്നെയാണ്. പിന്നെ നവംബറിൽ ഒക്ടോബറിൽ അവരത്രയും വിറ്റത് കൂടുതലും സുസുക്കിയുടെ വണ്ടികൾ റീബാറ്റ് ചെയ്തിട്ടുള്ളതാണ്. അവരുടെ സ്വന്തം വണ്ടികൾ വിറ്റിരിക്കുന്നത് കുറവാണ്. ബട്ട് സ്റ്റിൽ നമുക്കിനി ഇയർ ഓൺ ഇയർ നോക്കാനാണെങ്കിൽ 2024 നവംബറിൽ 25,183 വാഹനങ്ങളുടെ സെയിലായിരുന്നു ടൊയോട്ടയ്ക്ക് കിട്ടിയിരുന്നത്. അതായത് 4,902 വാഹനങ്ങളുടെ വ്യത്യാസവും 19.47% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. സോ കമ്പാരിറ്റീവ്ലി അത്യാവശ്യം ഗ്രോത്ത് റേറ്റ് ഉണ്ട്. പക്ഷേ കിയയുടെ അത്ര ഇല്ല. ആൻഡ് ബാക്കി നമ്മൾ ലിസ്റ്റ് നോക്കുകയാണെങ്കിലും ഭയങ്കര ഹൈ എന്നൊന്നും പറയാനില്ല. അതുകൊണ്ട് ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് റേറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. സ്റ്റിൽ മന്ത് ഓൺ മന്തിൽ അത്യാവശ്യം നല്ലൊരു ഡീ ഗ്രോത്ത് വന്നിട്ടുണ്ട്. ആൻഡ് ഇയർ ഓൺ ഇയറിൽ ചെറിയൊരു ഗ്രോത്തും ടൊയോട്ടയ്ക്ക് വന്നതായിട്ട് നമുക്ക് പറയാം. ഇതാണ് ഇവരുടെ കാര്യം. പിന്നെ ടൊയോട്ട ഇപ്പോൾ കുറേ കാലത്തിന് ഉള്ളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അത്യാവശ്യം നന്നായിട്ട് സെയിലിൻ്റെ കാര്യത്തിൽ പിടിച്ച് കയറിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു മാർക്കറ്റ് പ്രസൻസ്, അതായത് ആൾക്കാർക്കൊരു ട്രസ്റ്റ് ഫാക്ടർ ടൊയോട്ടയിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പൊസിഷനിൽ ഇപ്പോഴും നിൽക്കാൻ പറ്റുന്നത്. ഇനി നമ്മുടെ അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഹ്യുണ്ടായാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 50,340 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. കഴിഞ്ഞതിന് മുന്നത്തെ മാസം ഒക്ടോബറിൽ 53,792 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 3,452 വാഹനങ്ങളുടെ വ്യത്യാസമുള്ളൂ. ആൻഡ് 6.42% ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുള്ളൂ. ആക്ച്വലി വളരെ കുറവാണ്. ഈ ലിസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഹ്യുണ്ടായിക്കാണ്. പക്ഷേ അതും പിന്നെ സെക്കൻഡ് നിൽക്കുന്ന തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഏകദേശം അത് ഓക്കെ ആണെന്ന് പറയാം. ഇനി ഇയർ ഓൺ ഇയറിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2024 നവംബറിൽ ഹ്യുണ്ടായിക്ക് 48,246 വാഹനങ്ങളുടെ വ്യത്യാസമായിരുന്നു സെയിൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 2,094 വാഹനങ്ങളുടെ വ്യത്യാസവും 4.34% ഗ്രോത്ത് റേറ്റുമാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇയർ ഓൺ ഇയർ ബേസിൽ ചെറിയ ഗ്രോത്ത് ഉണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് ഹ്യുണ്ടായി. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് പറയാം രണ്ടിലും ഏകദേശം സിമിലർ ആണെന്ന്. അതായത് മന്ത് ഓൺ മന്തിലും വലിയ വ്യത്യാസമില്ല. ഇയർ ഓൺ ഇയർ കമ്പാരിസണിൽ അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടില്ല. സോ ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽ വലിയ വ്യത്യാസമില്ലാതെ ഹ്യുണ്ടായിക്ക് വന്നിട്ടുണ്ട് എന്ന് പറയാം. ഇവർ ഒരു കാലത്ത് ഇന്ത്യയിൽ സെക്കൻഡ് പൊസിഷനിൽ നിന്നിരുന്ന കമ്പനിയായിരുന്നു. പിന്നെ പതുക്കെ നമ്മുടെ 2 ഇന്ത്യൻ കമ്പനികളും ഇവരെ ഓവർടേക്ക് ചെയ്തങ്ങ് മുകളിലേക്ക് കയറിപ്പോയി. ഇടയ്ക്കൊരു കാലത്ത് 3rd പൊസിഷനെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വന്ന് 4th പൊസിഷനിലേക്ക് ഹ്യുണ്ടായി താഴത്തേക്ക് വീണു. ഇനി 3rd പൊസിഷനിൽ ടാറ്റ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ല. കുറേ കാലത്തേക്ക് ടാറ്റ ആയിരുന്നു 3rd പൊസിഷനിൽ. മഹീന്ദ്ര മുകളിലേക്ക് കയറിയതാണ്. പക്ഷേ ഇപ്രാവശ്യം ടാറ്റയാണ് അതിന് മുകളിലുള്ളത്. മഹീന്ദ്രയാണ് നമ്മുടെ 3rd പൊസിഷനിൽ നിൽക്കുന്നത്. മഹീന്ദ്രയ്ക്ക് കഴിഞ്ഞ മാസം 56,336 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. മന്ത് ഓൺ മന്തിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞതിന് മുന്നത്തെ മാസം ഒക്ടോബറിൽ 71,264 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതാണ്. അത് മഹീന്ദ്രയ്ക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് ആയിരുന്നു. ആൻഡ് ആ മാസം രണ്ടാമത്തെ പൊസിഷനിൽ മഹീന്ദ്ര തന്നെയായിരുന്നു. 14,928 വാഹനങ്ങളുടെ വ്യത്യാസം
20.95% ഡീഗ്രോത്ത് റേറ്റ് ആണ് വന്നത്. ടൊയോട്ട കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ മന്ത് ഓൺ മന്ത് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി നമ്മുടെ മഹീന്ദ്ര തന്നെയാണ്. ഇനി ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിലും 2024 നവംബറിൽ 46,222 വാഹനങ്ങൾ സെയിലായിരുന്നു ഇവർക്ക് കിട്ടിയത്. 10,114 വാഹനങ്ങളുടെ വ്യത്യാസവും 21.88% ഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം മഹീന്ദ്ര തന്നെയാണ്. ഇനി ഇവരുടെ കേസ് എടുക്കുകയാണെങ്കിൽ 71,000 നിന്ന് 56,000 താഴെ വീഴാന്ന് പറഞ്ഞാൽ അതൊരു വലിയ ജംപ് ഡൗൺ തന്നെയാണ് മന്ത് ഓൺ മന്തിൽ. പക്ഷെ അതല്ലാതെ നോക്കുകയാണെങ്കിൽ 56,000 സെയിൽ എന്ന് പറഞ്ഞാൽ അതത്ര മോശമൊന്നുമല്ല. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നത് അതായത് സെക്കൻഡ് പൊസിഷനിൽ ടാറ്റ എടുക്കുകയാണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല, ഓൾമോസ്റ്റ് സിമിലർ സെയിലാണ്. 57,436 വാഹനങ്ങളുടെ സെയിലാണ് ടാറ്റയ്ക്ക് വന്നിരിക്കുന്നത്. അത് കറക്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 1,100 വാഹനങ്ങളുടെ വ്യത്യാസമാണ് ടാറ്റയും മഹീന്ദ്രയും തമ്മിലുള്ളത്. ആൻഡ് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം അതായത് ഒക്ടോബർ മാസത്തിൽ ടാറ്റയ്ക്ക് വന്നിരിക്കുന്ന 61,134 വാഹനങ്ങൾ സെയിലായിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ മഹീന്ദ്രയുടെ അത്രയും കുറഞ്ഞിട്ടില്ല. 3,698 വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുള്ളൂ. 6.05% ഡീഗ്രോത്ത് റേറ്റ് ഉള്ളൂ. അതായത് നമ്മുടെ ഹ്യുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തൊട്ട് താഴത്തെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനിയാണ് മന്ത് ഓൺ മന്ത് ബേസിൽ ടാറ്റ. ഇനി ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 2024 നവംബറിൽ 47,063 വാഹനങ്ങൾ സെയിലായിരുന്നു ടാറ്റയ്ക്ക് കിട്ടിയത്. 10,373 വാഹനങ്ങളുടെ വ്യത്യാസവും 22.04% ഗ്രോത്ത് റേറ്റുമാണ് ഇയർ ഓൺ ഇയർ ബേസിൽ ടാറ്റയ്ക്ക് വന്നിരിക്കുന്നത്. സോ ഇയർ ഓൺ ഇയർ കണക്കെടുക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് കിട്ടിയ കമ്പനിയും കൂടിയാണ് നമ്മുടെ ടാറ്റ മോട്ടോഴ്സ്. ഇവരിനിപ്പോൾ സിയറയും കൂടെ ഇറക്കിയതുകൊണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ ഇനി അടുത്ത മാസത്തേക്കൊക്കെ ആഡ് ആവും. അതുകൊണ്ട് എന്തായാലും കുറച്ചും കൂടെ സെയിൽ കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ സിയറേൻ്റെ രൂപം ശരിയാണെങ്കിൽ ഒരു മാസം മിനിമം ഒരു 8,000 to 10,000 ഈസി ആയിട്ട് സെയിൽ കിട്ടുന്നതാണ്. ഇനി ഇപ്പോഴത്തെ പ്രൈസും ബാക്കി ഡീറ്റെയിൽസൊക്കെ വെച്ച് നോക്കുമ്പോൾ ബാക്കി ഇനിയിപ്പോൾ നമുക്ക് വഴി അറിയാം. പക്ഷെ എന്തായാലും ഓവറോൾ സെയിൽ തീർച്ചയായും ഈ വണ്ടി നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കറക്റ്റൊക്കെ ഏകദേശം ഒരു 10,000-18,000 സെയിൽ കിട്ടുന്നുണ്ടല്ലോ. ഇനി നമ്പർ 1 പൊസിഷൻ ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ മാരുതി സുസുക്കി തന്നെയാണ്. കഴിഞ്ഞ മാസം 1,70,971 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം ഒക്ടോബറിൽ 1,76,318 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. 5,347 വാഹനങ്ങളുടെ വ്യത്യാസവും 3.03% ഡീഗ്രോത്ത് റേറ്റുമാണ്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് മന്ത് ഓൺ മന്ത് ബേസിലുള്ള ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന കമ്പനി മാരുതി സുസുക്കിയാണ്. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാണായിരിക്കും, എല്ലാ കമ്പനികൾക്കും മന്ത് ഓൺ മന്തിൽ ഡീഗ്രോത്താണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇയർ ഓൺ ഇയറിൽ ഗ്രോത്താണ് വന്നിരിക്കുന്നത്. മാരുതിക്കും വ്യത്യാസമൊന്നുമില്ല, ഇവർക്കും ഇയർ ഓൺ ഇയറിൽ ഗ്രോത്ത് പെർസെൻറ്റേജ് തന്നെയാണ്. സോ കഴിഞ്ഞ മാസം അതായത് കഴിഞ്ഞ 2024 നവംബറിൽ കഴിഞ്ഞ വർഷം 29,659 വാഹനങ്ങളുടെ വ്യത്യാസവും 1,41,312 വാഹനങ്ങളുടെ സെയിലുമാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. 20.99% ആയിരുന്നു ഇവർക്ക് വന്നിരിക്കുന്ന ഗ്രോത്ത് റേറ്റ്. പക്ഷേ ഇത് നാലാമത്തെ ആണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ആയിട്ട് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ലിസ്റ്റിൽ പോലും നമുക്ക് ടോപ്പ് 3 പോലും ഇയർ ഓൺ ഇയർ ബേസിലുള്ള ഗ്രോത്തിൽ കൂട്ടാൻ പറ്റില്ല. പക്ഷെ എന്നാലും സ്റ്റിൽ ഡീസൻ്റ് ആണ്. അത്യാവശ്യം നമുക്കിവിടെ ഗ്രോത്ത് ഇയർ ഓൺ ഇയറിൽ വന്നായിട്ടും മന്ത് ഓൺ മന്തിൽ ലോസ് വന്നായിട്ടും പറയാം. പക്ഷേ വലിയ വ്യത്യാസമില്ല. ഗ്രോത്ത് അത്യാവശ്യമുണ്ട്, പക്ഷേ ഡീഗ്രോത്ത് മന്ത് ഓൺ മന്തിൽ വന്നിരിക്കുന്ന ഇവർക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയിരിക്കുന്ന, അതായത് ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ 6 കമ്പനികളുടെ വീഡിയോ, വാഹന നിർമ്മാണ കമ്പനികളുടെ. എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസ് ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ചാനൽ ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.